പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പരമ്പരയാണ്. നിങ്ങളുടെ നാളെ 1200 ചിങ്ങമാസം 12-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ബുധനാഴ്ച കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ 6:19 അസ്തമയം വൈകിട്ട് 6:33 നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. നവമി കഴിഞ്ഞാൽ തന്നെ ചന്ദ്രൻ വളരെ ദുർബലനാണ്. അതിനാൽ ശുഭമുഹൂർത്തങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം തിഥിയാണ് സമ്പത്തിനെ സൂചിപ്പിക്കുന്നത്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഃ. തിഥിയിലൂടെ സമ്പത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ വെളുത്തപക്ഷത്തിലെ തിഥിക്ക് മാത്രമേ സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശുഭ കർമ്മങ്ങളായി അനുഷ്ഠിക്കാവുന്നതാണ്. നാളെ ബുധനാഴ്ച രാഹുകാലം 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. അതിനാൽ കേരളത്തിലെ ഉദയത്തിനനുസരിച്ച് 12:19 മുതൽ 1:49 വരെയുള്ള സമയം നിങ്ങൾക്ക് രാഹുകാല സമയത്ത് ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ലല്ലോ. നാളത്തെ നക്ഷത്രം പ്രായേണ വളരെ അനുകൂലമായ മകേര്യം നക്ഷത്രമാകുന്നു 4 മണി വരെ. അതിനാൽ നാളെ കാലത്ത് 7:30 മുതൽ 9:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി നിങ്ങളുടെ യാത്രകളും വിവാഹ ക്ഷണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അതിഥികളെ സൽക്കരിക്കുന്ന കാര്യങ്ങൾക്കുള്ള തീരുമാനമായാലും ശുഭസമയമായി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രധാനം ബുധനാഴ്ചയാകുന്നു, മകേരം നക്ഷത്രമാകുന്നു. കാലത്ത് ഭദ്രകാളിയുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ബുധൻ വിദ്യാകാരകനായ ഗ്രഹമാകുന്നു. ചൊവ്വാഴ്ച മകേരം നക്ഷത്രം, ഇന്ന് ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്, പുരുഷ രാശിയിലാണ്. അതിനാൽ വിദ്യയുടെ പൂർണ്ണതക്കായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ത്രിമധുരം വഴിപാടായി ചെയ്യുക. ഓം ഭജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥന നാളെ വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന ഒരു മന്ത്രമാകുന്നു. വൈകിട്ട് നിർബന്ധമായും നിങ്ങൾ സന്ദർശിക്കേണ്ടത് തിരുവാതിര നക്ഷത്രം പൂർണ്ണമായും ലഭിക്കുന്നു 4 മണി മുതൽ. അതിനാൽ വൈകിട്ട് നിങ്ങൾക്ക് സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. സർപ്പബലിയോ ആയില്യപൂജയോ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയോ ഒക്കെ നാളത്തെ സായാഹ്നം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന ശക്തമായ മന്ത്രവും നിങ്ങൾക്ക് വളരെയധികം സമൂലമായ നാളത്തെ ദിനത്തിൽ ഒരു ഓറയെ, പോസിറ്റീവ് വൈബ്രേഷനെ പ്രദാനം ചെയ്യുന്നതാണ്. ഓം രാഘവേ, ഓം കേതവേ എന്ന മന്ത്രം. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.